നമ്മളിപ്പോൾ കറണ്ട്ലി ന്യൂസിലൊക്കെ കാണുന്നുണ്ടാവും കേരളത്തിൽ 300 പേരെ പിരിച്ചു വിട്ടു, 200 പേരെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നൊക്കെ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ കാരണം പറഞ്ഞത് AI ആണ്. AI നമുക്ക് കൂടുതൽ ജോലി എടുക്കുക AI മതി, അതുകൊണ്ട് ആൾക്കാരെ പിരിച്ചു വിടണമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ AI തന്നെയാണോ ഈ ലൈഫിൻ്റെ പിന്നിൽ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ അതിനെ ഓർത്ത് പേടിച്ചിരിക്കുകയാണോ AI കാരണമാണ് ഈ ജോലിയൊക്കെ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ AI ഒരു ഫാക്ടറാണ്, അത് സമ്മതിക്കാതെ പറ്റില്ല. കറണ്ട് സീനാലിൽ AI ഒരു ഫാക്ടറാണ്. പക്ഷേ ഭൂരിഭാഗം കമ്പനികളും AI പേര് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഷെയർ ഹോൾഡറാണെന്ന് നോക്കിയാൽ നമുക്കൊരു കമ്പനിയിൽ ഇത്ര ഷെയർ ഉണ്ട്. ആ കമ്പനിയിൽ 300 പേര് 400 പേര് പിരിച്ചു എന്ന് പറയുമ്പോൾ ആ കമ്പനിക്ക് ഒരു ബാഡ് നെയിമാണ് ഉണ്ടാവുക. അതോടെ ഷെയർ ഇടിയാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ആ സിനാരിയിൽ ഒരു കമ്പനിയുടെ ആൾക്കാർ പറയാണ് ഞങ്ങൾ 300 പേരെ ലേ ഓഫ് ചെയ്യാണ്. അതിന് കാരണം AI ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ മനസ്സിലെന്തുണ്ടാവുക, അതായത് ഈ കമ്പനി ടെക്നോളജി കൂടുതൽ അഡാപ്റ്റ് ചെയ്തു, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നുള്ള ചിന്ത വരും. ആ ചിന്ത വരുത്താനും ഈ ബാഡ് നെയിം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു AI പേര് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ AI അല്ല ഇതിൻ്റെ ബാക്കിൽ. ഈ കോവിഡ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ ഒരു കൂടുതൽ ആൾക്കാർ റീഹയർ ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ പേരെ ഹയർ ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1-2 പേര് പോയാൽ തന്നെ ബാക്കിയുള്ളവർ വെച്ച് കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് വലിയ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കോവിഡിനെ ഹയർ ചെയ്ത ആൾക്കാരെ ഒന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ ചുമ്മാതെ പറഞ്ഞയക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ AI പേര് വെച്ചിട്ട് ഇവർ പറഞ്ഞയക്കുന്നത്. AI പേര് പറഞ്ഞയക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ദോഷം വരുന്നില്ല. ഇപ്പോൾ നമ്മളൊരു എംപ്ലോയിനെ എടുത്തു, അവരെ പ്രൊഫഷൻ വിട്ട് കഴിഞ്ഞു, അവരെ പുറത്താക്കണമെങ്കിൽ ലീഗലി പാടാണ്. പക്ഷേ ഈ AI പേര് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അവരെ ഒരു ലീഗൽ ഇഷ്യൂസ് ഇല്ലാതെ പുറത്താക്കാൻ പറ്റും. കാരണം അവരുടെ അഡ്വക്കേറ്റ്സിന് വാദിക്കാൻ പറ്റും, ലീഗലി നമ്മൾ ചെയ്യണ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വാദിച്ച് ജയിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് അവർ AI തല്ലിയിട്ട് എല്ലാ കേസും ഒത്തുപ്പാക്കി ഈ എംപ്ലോയീസിനെ ഒഴിവാക്കി കളയുന്നത്. സോ ഇനി ന്യൂസിൽ AI കാരണം ആൾക്കാരെ ഒഴിവാക്കി നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, AI കാരണമല്ല ഒഴിവാക്കണേ, അവർക്ക് ആവശ്യമില്ലാത്ത അവർ കൂടുതലായിട്ട് ഹയർ ചെയ്ത ആൾക്കാരെ അവർ പുറത്തേക്ക് കളയണതാണ്. അത് AI പേര് ഇടണമെന്ന് മാത്രം. AI നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, അതായത് നമ്മൾ അവരുടെ സൈറ്റിൽ പോയി നോക്കാം, അവർ എന്തോരം ഏത് സൈഡിൽ ടൈപ്പ് AI ഫോക്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് ഒരു AI ആവശ്യമില്ല. അവർ മെയിനായിട്ട് ഈ ഒരു കാരണം പറയണമെന്ന് മാത്രമുള്ള സംഭവം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ IT ജീവനക്കാർ മനസ്സിലാക്കുന്ന കേസസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ല് എത്ര ഇമ്പ്രൂവ് ആയാലും നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ, ഇപ്പോൾ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയാലും നമ്മളെക്കാൾ കുറവ് പൈസ ഈ വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ പേര് ഇന്ത്യയിൽ നിന്ന് വർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സ്കിൽ ഇമ്പ്രൂവ് ചെയ്താലും ആ നിങ്ങളുടെ അത്ര സ്കില്ലുള്ള വേറൊരാൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിട്ടും സാലറി കൂടാത്തതും നമ്മുടെ എക്സ്പെൻസ് കൂടുന്നതും. കാരണം കുറഞ്ഞ റേറ്റിൽ വർക്ക് ചെയ്യാൻ ആൾക്കാർ റെഡിയാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്ര ധൈര്യത്തോടെ 300 പേര് പുറത്താണ്. കാരണം ഇവർക്കറിയാം ഈ 300 പേര് ആവശ്യമില്ല, ഇനി ആവശ്യമുണ്ടെങ്കിൽ തന്നെ വീണ്ടും ഞങ്ങൾക്ക് ഹയർ ചെയ്യാനുള്ള കോൺഫിഡൻസ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇതിൽ നിന്നും വേറെ കുറേ പ്ലാനിങ്ങുകളുണ്ടാവും എന്നീ പുറത്താക്കണേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ IT ഫീൽഡാണെങ്കിൽ നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. കമ്പനി മോശമായി തുടങ്ങുക, അല്ലെങ്കിൽ നമ്മൾ പുറത്താൻ ചാൻസ് കണ്ടു കഴിഞ്ഞാൽ വേറെ കമ്പനിയിലേക്കുള്ള അപ്ലിക്കേഷൻ അയച്ചു തുടങ്ങുക. നമുക്ക് ജോബ് കിട്ടും, കിട്ടായികയൊന്നുമില്ല. നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ സ്കിൽ അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ജോലി കിട്ടും. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ നാട്ടിൽ ആൾക്കാർ കൂടുതലാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. സോ നമ്മളെ പുറത്താക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ സാലറി കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ സാലറി കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കിയിട്ട് ഇവർക്ക് പുതിയ ആൾക്കാരെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് അത്ര പാടുള്ള സ്കില്ലല്ല, നിങ്ങൾക്ക് ഇത്ര പോലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സ്കില്ലെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വെച്ച് സാലറി കൂട്ടി തന്നിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങളെ പുറത്താക്കിയിട്ട് പുതിയൊരാളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രഷേഴ്സ് സാലറി കൊടുത്താൽ മതി, നിങ്ങൾ ചെയ്യണ അതേ പണി അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സോ ലീഗലി നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. കാരണം എന്താ, നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്തു, നിങ്ങളുടെ ലൈഫ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് പുറത്തേക്ക് കളയാൻ പറ്റുമോ? ഇല്ല. സോ അവരെന്ത് ചെയ്യും, AI തലക്കിടും. AI കാരണമാണ് ഞങ്ങൾ പുറത്താക്കുന്നത് പറയും, നിങ്ങൾ പുറത്താക്കും. കുറച്ച് ആൾ കഴിയുമ്പോൾ ഇതേപോലെ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്തിട്ട് ആ നിസ്സാരമായ പൈസയ്ക്ക് ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു കോർപ്പറേറ്റ് ലൈഫാണ്, അതായത് കോർപ്പറേറ്റ് എക്കോസിസ്റ്റമാണ്. ഇവിടെ നിൽക്കുക എന്നുള്ളതിന് പ്രോഫിറ്റിനാണ് മെയിനായിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഒരു കൊല്ലം 10 കൊല്ലോ എത്ര കൊല്ലം വർക്ക് ചെയ്താലും നിങ്ങളെ കളഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റ് വരാണ്. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിങ്ങളെ മാറ്റി ഒരു പുതിയ ആളെടുത്താലും അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനി പുറത്താക്കിയിട്ട് അവർ പുതിയ ആൾക്കാരെ എടുക്കും. അപ്പോൾ ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യണ എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ രീതിയിൽ നിങ്ങളുടെ സ്കില്ല്, അതായത് പുതിയ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ജോബും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും.